പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിന്റെ കുടുംബ ഈശ്വരനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഇന്നത്തെ വഴിയാത്രകൾ, യാത്ര ലക്ഷ്യങ്ങൾ, അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെ സഹായം നിനക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ്. അവരെല്ലാം കർത്താവ് സന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടി ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വല്ലാത്ത മടുപ്പാണ്. ഒന്നും ചെയ്യാൻ തോന്നണില്ല,
ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാവും. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ തളിക്കപ്പെടുകയും നീ പുനർജീവിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇന്ന് ആശുപത്രി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. കൊടുക്കാവുന്നും കിട്ടാവുന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്. അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേന്നായിരിക്കും. കർത്താവ്, നീ കൂടെ പോണേ, നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ യാത്ര, നിന്റെ ജോലി, നിന്റെ താമസം, നിന്റെ ഭക്ഷണം, നിന്റെ ആരോഗ്യം, നിന്റെ സംഭാഷണം, നിന്റെ ക്രയവിക്രയങ്ങൾ, നിന്റെ ജീവിത മാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ, നിന്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോയുടെ നാമത്തിൽ ഫലമണിയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരം നീക്കുക. ആമേൻ. ഈ നെഹേമിയ 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചേ. അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട് ജനങ്ങൾ കരഞ്ഞു. ഇതിനെ നമ്മള് കണ്ണീരിന്റെ കൃപാവരം എന്നും പറഞ്ഞ് നമ്മുടെ കരിസ്മാറ്റിക് തിയോളജിയിൽ, ബിബ്ലിക്കൽ തിയോളജിയിലുള്ള ഒരു ഭാഗമാണ്. വരവുണ്ട്. ചിലർക്ക് വരം കൊടുക്കുന്നത്, ചിലർക്ക് രോഗശാന്തി വരം ഉണ്ടാവും അല്ലേ, ചിലർക്ക് ഭാഷാവരം ഉണ്ടാകും. അതുപോലെ തന്നെയുള്ളൊരു വരമാണ് കണ്ണീരിൻ്റെ വരം. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അത് കണ്ണീരിൻ്റെ വരം ഈ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും കിട്ടുമെന്ന് തോന്നുന്നു, നല്ലവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഞാൻ ജെറുസലേമിൽ നിൽക്കുമ്പോൾ ആ വെയിലിംഗ് വാളില്ലേ, ആ വെയിലിംഗ് വാളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു യഹൂദ കുടുംബം, നല്ല പൊക്കവും തടിയൊക്കെ ഉള്ളവർ, നല്ല വെളുത്തിട്ടുള്ളവരാ, അയാളുടെ വൈഫ്, പിന്നെ അവരുടെ 6 കുഞ്ഞുങ്ങൾ, നല്ല വെള്ളമൊക്കെ ഇട്ട് നല്ല മിടുക്കന്മാരായിട്ടൊക്കെ നിൽക്കണേ, കൊച്ചു പിള്ളേരെ ഉണ്ട് ഇങ്ങനെ സ്പ്രിങ് പോലൊക്കെ. അവർ 4 മണിക്കൂറായിട്ടും ആ വെയിലത്ത് നിന്ന് ഈ വചനം വായിക്കുകയും ചെയ്യുന്നുണ്ട്, കരയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബസമേതം ആൾക്കാരെ വചനം വായിച്ച് കരയണ കാണണം. അപ്പം എനിക്ക് തോന്നുന്നു എന്തൊരു ഡീപ്പനാണ് അവർ. ഇത് കാര്യം ഇവർക്കെല്ലാം ഒരു ഫീലിങ്ങിൻ്റെ വിഷയമാണിതെല്ലാം. അവർക്ക് നമ്മളെ, എനിക്കുള്ളത് ചില കാര്യങ്ങളിൽ അവരുടെ ദി ആർഡൻ ലവ് ഓഫ് ഗോഡ് ഭയങ്കരമാണ്. പക്ഷെ അത് മറ്റു മനുഷ്യരിലേക്ക് അവരത് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാര്യം അല്ലെ പിന്നെ നല്ല സമരക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും എടുത്തിട്ടില്ല, യേശു സമരക്കാരല്ലേ എടുത്തത്. അത് വേറെ വിഷയം. പക്ഷെ ഇതുപോലെ തന്നെ സങ്കീർത്തനം എടുത്ത് 122 എടുത്ത് കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കണ്ട, അതൊക്കെ അവർക്ക് ഈ കർത്താവിന്റെ ആലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം, വചനം വായിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കരച്ചില്, ഇങ്ങനെ വികാരോജ്വലമായ ഒരു സംഭവമാണ് ദൈവസമാഗമം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 100 ഇരട്ടി കരച്ചിൽ വരേണ്ടതാണ് നമ്മൾ ദിവ്യകുർബാന സ്വീകരിക്കുമ്പോൾ. അത് അതിനേക്കാൾ ഭയങ്കരമല്ലേ. അപ്പം അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഈ വൈകാരികമായിട്ട് തന്നെ ദൈവ ആഭിമുഖ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദൈവമായിട്ട് ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്.